എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് ഈ ഹൂത്തികൾ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഹൂത്തികൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയെന്ന് പറയുന്നു. വെറുതെ ചൊറിയല്ലേ? കഴിഞ്ഞ ദിവസം രാത്രിയല്ല, ഇന്ന് പുലർച്ചെയാണ്. ഇന്ന് പുലർച്ചെ ടെല്ലവീവിലെ ഒരു പാർക്കിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്ന് വീഴും. 14 പേർക്ക് നിസാര പരിക്ക് ഉണ്ടായി. ഇപ്പോൾ നിസാര പരിക്കെന്ന് പറഞ്ഞാൽ ഈ മിസൈലിൻ്റെ ചീളുകൾ തറച്ചുള്ള പരിക്കല്ല. അതായത് ഈ മിസൈൽ വന്ന് വീണപ്പോൾ ചില കെട്ടിടങ്ങളുടെ ചില്ലൊക്കെ പൊട്ടി. ഈ ചില്ല് തറച്ച് കുറച്ച് പേർക്ക് നിസാര പരിക്ക്, അത് കുപ്പിച്ചില്ല് തെറിച്ചുകൊണ്ട് പരിക്കേറ്റു. അപ്പോൾ ഈ ഹൂത്തികളുടെ മിനിഞ്ഞാന്നാണ് ഇസ്രായേൽ ഒരു വലിയ വ്യോമാക്രമണം നടത്തിയത്. 60ഓളം വിമാനങ്ങൾ, 40 ഫൈറ്റർ ജെറ്റുകൾ, പിന്നെ അവരുടെ എസ്കോർട്ട്, പൈലറ്റ്, റീഫ്യൂവലിംഗ് വിമാനങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഇവരുടെ തുറമുഖങ്ങൾ തകർത്തു, പവർ സ്റ്റേഷൻസ് തകർത്തു, ഓയിൽ ടെർമിനൽ തകർത്തു. അപ്പോൾ ആ ടെഗിൽ ഹോദിദ പോർട്ടിലും പോർട്ട് ഓഫ് സാലിഫിലും ഒക്കെ കപ്പലുകളൊക്കെ മുങ്ങിക്കിടക്കുന്ന ചിത്രമൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നു. അതിനുശേഷം ഹൂത്തികൾ വല്ലാത്ത ക്ഷീണമാണ് ഹൂതികൾക്കുണ്ടായത് യമനിൽ. പക്ഷേ എന്നിട്ടും ഇവർ പിന്നെ ഒരു മിസൈൽ ഇട്ടു. ആ മിസൈലിനെ നിർഭാഗ്യവശാൽ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ ആരോ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് തടയാൻ പറ്റിയില്ല. അത് വന്ന് ഒരു പാർക്കിൽ വീണു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേലിനൊരു ക്ഷീണം എന്ന് പറയുമ്പോൾ ആ അങ്ങനെ ക്ഷീണം സംഭവിച്ചു എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാനൊന്നും ഇസ്രായേലിനെ കിട്ടത്തില്ല. ഇസ്രായേൽ ഇക്കാലം അത്രയും യമന് നേരെ ഒന്നും ചെയ്തിരുന്നില്ല. യമൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് 200 മിസൈൽ, ഇപ്പോൾ ഡിസംബർ തീരാൻ പോവാ, 200 മിസൈലും 170 ഡ്രോണുകളും ഇസ്രായേലിന് നേരെ വിട്ടിരുന്നു. ഇതെല്ലാം ഇസ്രായേലിൻ്റെ അതിർത്തി കടക്കും മുമ്പ് തന്നെ തകർക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഡിസംബർ 1-ാം തീയതി ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇതുപോലെ അയച്ചു. ഇസ്രായേലിൻ്റെ അതിർത്തി കടക്കും തന്നെ ആരോ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തു. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്നു. അപ്പോഴൊക്കെ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് യമനല്ലേ പൊട്ടെ വിട്ടുകളയാ. 2000 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇവന്മാരുടെ ഒരു മിസൈൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ മിസൈലിന് തീരെ പ്രകടശേഷി കുറവായിരിക്കും എന്ന് കൃത്യമായി അറിയാവുന്ന, മാത്രമല്ല അതിൻ്റെ വാർഹെഡ്സ് എന്ന് പറഞ്ഞാൽ അത്ര ഭീകരമായ ആയുധങ്ങളൊന്നും ഹൂതികൾക്കില്ല. ഈ മിസൈൽ നേരെ വന്നിട്ട് മിസൈൽ വന്ന് ഒരു കാറായിട്ട് വീണാൽ ആ കാർ തകർന്നു പോകും. പക്ഷേ അതിന് ചുറ്റുമുള്ള ഏരിയ തകർക്കാനുള്ള വാർഹെഡ്സ്, സ്ഫോടക വസ്തുക്കളൊന്നും കാര്യമായി ഇവരുടെ പക്കലില്ല. ഇവർ മിസൈൽ അയച്ച് കളിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് വലിയ ആയുധശേഖരമൊന്നും യമൻ ഇല്ലാത്തതുകൊണ്ട് യമനെ ഒരു അഗണ്യ കോടിയിൽ തള്ളി അമ്മരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന ലൈനിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അടുപ്പിച്ച് 2 ദിവസം ബാലിസ്റ്റിക് മിസൈൽ വന്നപ്പോൾ അത് ഇത്തിരി ഗൗരവത്തോടെ ഇസ്രായേൽ കാണാൻ തുടങ്ങി. എന്നിട്ട് മാത്രമല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പുതിയ പ്രതിരോധ മന്ത്രി, യോവ് ഗാലൻ്റ് പോയതിന് പകരം വന്നതാണല്ലോ ഇസ്രായേൽ കാറ്റ്സ്. അതെ, പേര് തന്നെ ഇസ്രായേലിലാണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തും, വിൽ റീച്ച് യു എന്ന് പറഞ്ഞിരുന്നു. അതെ, റീച്ച് യു പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഈ പറഞ്ഞ പോലെ വ്യോമാക്രമണം നടത്തി. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ, ആക്രമണമൊക്കെ ഭയങ്കരമായ ആക്രമണം നടത്തി, 14 പേര് മരിച്ചു, ഒരുപാട് പേർക്ക് പരിക്കേറ്റു എന്നൊക്കെ ഹൂതികളുടെ അൽ ബസറിയ TV തന്നെ സമ്മതിച്ചു, ടെലിവിഷനിൽ സമ്മതിച്ചിരുന്നു. അതിനുശേഷം പിന്നെ ഇസ്രായേൽ പിൻവാങ്ങി വേറൊന്നും ചെയ്യേണ്ടെന്ന് വെച്ചിരിക്കുമ്പോഴാണ് വീണ്ടും ഇവർ ഒരു മിസൈൽ ആക്രമണം നടത്തുകയും ആ മിസൈൽ ടെല്ലവീവിൻ്റെ നഗരഹൃദയത്തിലുള്ള ഒരു പാർക്കിൽ വന്ന് വീണു. അതിനെക്കുറിച്ച് ഹൂതികളുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഹൃദയം സുരക്ഷിതമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ചുണ്ടങ്ങ കൊടുത്തു, ഇനിയിപ്പോൾ വഴുതനങ്ങ ഇപ്പോൾ മേടിക്കാൻ പോവാണ്. നേരത്തെ പോയിട്ട് ഈ വ്യോമാക്രമണം നടത്തി ഈ പറഞ്ഞ പോലെ 2000 കിലോമീറ്റർ പറന്ന് എന്ന് ലോകത്തെ ഞെട്ടിച്ച് ഇറാനിൽ പോയില്ലേ, അതിന് സമാനമായ വ്യോമാക്രമണമാണ് 60ഓളം വിമാനങ്ങളുമായിട്ട് പോയിട്ട് ഇസ്രായേൽ യമനിൽ നടത്തിയത്, കഴിഞ്ഞ ദിവസം നടത്തിയത്. പക്ഷെ അതിൻ്റെ ഒരു കുറച്ചുകൂടെ ആക്രമണോത്സുകത കൂടിയ ഒരാക്രമണം ഉടനെ വരും. ഇസ്രായേലിനെ സംബന്ധിച്ച് പിന്നത്തേക്ക് വെക്കുന്ന പരിപാടിയൊന്നും. ഇസ്രായേൽ കഴിഞ്ഞ തവണ ഒരു ആക്രമണം നടത്തിയപ്പോൾ റിക്ടർ സ്കെയിലിൽ 3.1 രേഖപ്പെടുന്ന രീതിയിൽ ശക്തമായ അറ്റാക്ക്, ഭീകരമായ. മാത്രമല്ല, ഈ ഇപ്പം ഹൂത്തികൾ നടത്തുന്ന ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് 9 പേർ കൊല്ലപ്പെട്ടു, 14 പേർ അല്ലേ? അപ്പോൾ ഏതാനും പേർക്ക് പരിക്കേറ്റു. അപ്പം ഇവനെ അടിച്ചാൽ, ഇസ്രായേൽ അടിച്ചാൽ അത് മാരകശേഷിയുള്ളതാണെന്ന് കൃത്യമായ ബോധ്യം ഹൂത്തികൾക്കുണ്ട്. ഇസ്രായേൽ ഇത്രയും നാൾ ഈ ഹമാസും ഹിസ്ബുള്ളയൊക്കെ തീരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നു. അപ്പോൾ അവരെല്ലാം തീർത്ത് അവർ കണ്ടതുമാണ്. പിന്നെ എന്തായിരിക്കും ഹൂത്തികൾക്കൊരു ധൈര്യം? അല്ല, അവർക്ക് ധൈര്യമല്ല. കാരണം ഇസ്രായേൽ അങ്ങനെ സമാധാനത്തോട് ഇരിക്കണ്ട. അതാണല്ലേ, ഇസ്രായേൽ അങ്ങനെ സമാധാനത്തോട് എപ്പോഴും ഇവിടെ പ്രശ്നം, ഹിസ്ബുള്ളയിൽ പ്രശ്നമായിട്ട് കോംപ്രമൈസായി, ഇറാന് ശേഷിയില്ല, ഹമാസ് പണി തീർന്നു, ഇനിയിപ്പോൾ നിങ്ങൾ ഓക്കെ സുഖമായിട്ടിരിക്കാന്നുണ്ടോ, ഞങ്ങളുണ്ടറാ എന്ന് കാണിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ വലിയ സ്ഫോടശേഷി ഇല്ലാത്ത മിസൈൽ അയക്കുന്നത്. കാരണം അവരുടെ വേറെ ഒന്നുമില്ല. അവരങ്ങ് ചെയ്തിരിക്കുന്നത് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുക, അതിന് പിടിച്ചു വെക്കുക, റാൻസം മേടിക്കുക,
കാശ് മേടിക്കുക, ഇതൊക്കെയാണ് പ്രധാന പരിപാടി. ഇപ്പോൾ തീവ്രവാദ സംഘടന ഉണ്ടെങ്കിലും ഒരു കടൽക്കൊള്ളക്കാരുടെ സൊമാലിയൻ പൈറേറ്റ്സിൻ്റെ സ്വഭാവത്തിൽ കൂടെ ഹൂതികൾക്കുണ്ട്. ഹൂതികളെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഹൂതികളെ സഹായിക്കാൻ ആരുമില്ല. ഹൂതികൾക്ക് ഇപ്പോൾ ഒരു മിസൈൽ അയച്ചാൽ ആ മിസൈൽ തീർന്നു, പിന്നെ പകരം വെക്കാനില്ല. അതാണ് അവസ്ഥ. ഇറാനാ കൊടുത്തുകൊണ്ടിരുന്നത്. അത് ലെവലിൽ കൂടെ വരുന്ന റൂട്ടും അടച്ചു, എല്ലാ റൂട്ടും അടച്ചു. അപ്പോൾ ഉള്ളത് വെച്ചുള്ള കളിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നേതൃത്വം ഇല്ല. വലിയ ഫലപ്രദമായ യമനെ ആകെ അടിച്ച് തകർത്തിട്ടിരിക്കുകയാണ് സൗദി അറേബ്യയും UAE മുമ്പ് അല്ലേ? അതെ, മുമ്പ് 2 ലക്ഷത്തോളം ആളുകളാണ് യമനിൽ കൊല്ലപ്പെട്ടത്, മുസ്ലിങ്ങൾ തന്നെ. മുസ്ലിം രാജ്യമായ സൗദി അറേബ്യയുടെ ആക്രമണത്തിൽ 2 ലക്ഷം പേര് കൊല്ലപ്പെട്ടു. അതിൻ്റെ പേരിൽ ഒരിടത്തും ഒരു മനുഷ്യാവകാശ നിലവിളി ഉണ്ടായില്ല. ഇപ്പോൾ ഹൂതികൾ ഇത് ചെയ്തു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ ആക്രമണം നോക്കിയിട്ട് ഈ 60ഓളം വിമാനങ്ങളൊക്കെ പറന്നിരുന്നെങ്കിലും ഈ സിവിലിയൻ കാഷ്വാലിറ്റി, അതായത് സാധാരണ ജനങ്ങളുടെ മരണം ഒഴിവാക്കാൻ ഇറാനിൽ ആക്രമിച്ചപ്പോഴും ഇപ്പോൾ യമനിൽ ആക്രമിച്ചപ്പോഴും ലെബനോണിൽ അങ്ങനെയല്ല. ലെബനോണിൽ തീവ്രമായ ആക്രമണമാണ് നടത്തിയത്. സിറിയയിൽ നടത്തിയ ആക്രമണത്തിലും അല്ലേ വളരെ ശ്രദ്ധിച്ച് സാധാരണ മനുഷ്യർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഇസ്രായേൽ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ കൃത്യമായ ടാർഗറ്റ് നിശ്ചയിച്ചിട്ട് അവിടെ മാത്രം. ഇപ്പോൾ യമനിൽ അങ്ങനെയാണ് കൃത്യ ടാർഗറ്റ്. പവർ സ്റ്റേഷൻസ് പോയി, ഓയിൽ ടെർമിനൽസ് തകർത്തു, പോർട്ടുകൾ തകർത്തു, ഇത്രയും ചെയ്തു. അത് മാത്രമല്ല, ഇത് നമ്മൾ മാത്രമല്ല പറയുന്നത്. അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ പവർ സ്റ്റേഷൻസ് തകർത്തതോടുകൂടി സനയാണല്ലോ തലസ്ഥാനം, യമൻ്റെ തലസ്ഥാനമായ സനയിലുള്ള പവർ സ്റ്റേഷൻസ് തകർത്തതോടുകൂടി സിറിയ യമൻ ഇരുട്ടിലായി എന്ന് ഇന്നലത്തെ മനോരമയും എഴുതിയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് നമ്മൾ ചെയ്തു, പക്ഷെ ഇന്നലത്തെ മനോരമയും പറഞ്ഞിട്ടുണ്ട് സന ഇരുട്ടിലായി എന്നുള്ളത്. അപ്പം ആക്രമണം നടന്നു നന്നായിട്ട്. പക്ഷേ ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പോരാ, കിട്ടിയത് പോരാ, വീണ്ടും പോരട്ടെ. ഇതിനകത്തൊരു പ്രശ്നം എന്നറിയോ സിനു, അത് നമ്മൾ ഒരു തരത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. ഇവരുടെ പോരാട്ട വീര്യം മരിക്കത്തില്ല. കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ച് ബാക്കി ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മരണഭയം എന്നൊരു ഭയമുണ്ട്. ഈ തീവ്രവാദികൾക്ക് മരണഭയമില്ല. അവർക്ക് ജീവിതം ആരംഭിക്കുന്നത് മരണാനന്തരമാണ്. എത്രയും പെട്ടെന്ന് മരിച്ച് മറ്റേ ലോകത്തേക്ക് ചെല്ലുക എന്നുള്ളതാണ് തീവ്രവാദികളുടെ ലക്ഷ്യം. അവിടെ ചെന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു, ഈ ലെബനോണിലെ എന്നുള്ള വാർത്തയാണ്. തീവ്രവാദികളുടെ ശരീരം പിടിച്ചെടുക്കുമ്പോൾ അവർ ശരീരത്തിൽ ഏറ്റവും സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന അവരുടെ ഗുഹ്യഭാഗങ്ങളാണ്. അവിടെ ഇരുമ്പിൻ്റെ പടച്ചട്ട പോലത്തെ ഒരു കവറിങ് ഉണ്ട്. കാരണം മേളിൽ ചെല്ലുമ്പോൾ ആവശ്യമുണ്ട്. ഹൂറികളെ 72 പേരെ കിട്ടും. നമ്മൾ അശ്ലീലം പറയുകയല്ല, വാർത്തകളിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറയാതിരുന്നത്. അപ്പം മരണാനന്തരമാണ് ഇവർക്ക് ജീവിതം ആരംഭിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ ഷഹീദാവുക എന്നുള്ളതാണ് ഏറ്റവും ഉദാത്തമായ കർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ പ്രമാണം. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ, അവരിരിക്കട്ടെ. പക്ഷേ അതിൻ്റെ പേരിൽ ഇരന്നു വാങ്ങുകയാണ് അടി. ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന ഇസ്രായേൽ അതിഭീകരമായി തിരിച്ചടിക്കുമ്പോൾ ഈ തീവ്രവാദി ഹൂതികളല്ലാത്ത പാവപ്പെട്ട യമനി പൗരന്മാരുണ്ട്. 2 ലക്ഷം പേര് അവരുടെ മരിച്ചേ. അത് 2 ലക്ഷം പേരും തീവ്രവാദികളൊന്നുമല്ല. അതിനിടയ്ക്ക് ഇപ്പോൾ ഈ യമനിൽ അമേരിക്ക കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തി. ആദ്യം തിങ്കളാഴ്ച ഇസ്രായേലിന് നേരെ യമനിൽ നിന്ന് ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ വന്നപ്പോൾ അമേരിക്കൻ ഫൈറ്റേഴ്സ് പോയി ആക്രമണം നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും കൂടി ആയിരിക്കും ഒരാക്രമണം നടത്താൻ പോകുന്നത്. അപ്പോൾ ഇവർ ഏതാനും തീവ്രവാദികൾ ഹൂത്തികൾ ഇങ്ങനെ മിസൈൽ അയച്ച് കളിക്കുമ്പോൾ അതിന് വില കൊടുക്കാൻ പോകുന്നത് യമനിലെ സാധാരണ മനുഷ്യരായിരിക്കും. അത് നിർഭാഗ്യവശാൽ അവർ മുസ്ലിമുകളാണ്. അവരെല്ലാം ഈ പറഞ്ഞ പോലെ എന്നും നമ്മൾ ഈ പലസ്തീനികളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇസ്രായേലികളെ കുറിച്ച് പറയും. ഇസ്രായേലികൾ സമാധാനപരമായി ജീവിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു, പ്രതിരോധിക്കുന്നു, ആക്രമിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അവർക്കും യുദ്ധം ഒരു ബുദ്ധിമുട്ടാണ്. എന്നും യുദ്ധത്തിൽ കഴിയാൻ ആരെങ്കിലും ആഗ്രഹിക്കും? ഒരുറപ്പില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല, എപ്പോൾ വീടിന് മുകളിൽ ബോംബ് വീഴും, മിസൈൽ വീഴും എന്ന് ഭയന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മരണം എപ്പോഴും കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുക എന്നുള്ളത് വലിയ കഷ്ടപ്പാടും വലിയ ബുദ്ധിമുട്ടുമാണ്. മനുഷ്യൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും ഭയം വന്ന് ഗ്രസിക്കുന്നൊരവസ്ഥയാണ് ഇസ്രായേലികൾക്കുള്ളത്, തർക്കമൊന്നുമില്ല. അതേപോലെ അതുകൊണ്ടാണ് അവർ സമാധാനം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് പലസ്തീനികൾക്കും. കാരണം ആരെങ്കിലും ഒരുത്തം പോയിട്ട് ഇസ്രായേലിനെ മാന്തും, ഇസ്രായേൽ കൂട്ടത്തോടെ വന്നിട്ട് ആ പഞ്ചായത്ത് അങ്ങ് നിരപ്പാക്കും. അത് ആ കൂട്ടത്തിൽ തീവ്രവാദി മാത്രമല്ല മരിക്കുന്നത്. ഇനി തീവ്രവാദികൾ എന്ത് ചെയ്യുന്നു? 5-10 തീവ്രവാദികൾ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ആളുകളെ കവചമാക്കി വെച്ചിട്ട് മനുഷ്യപരിച ഹ്യൂമൻ ഷീൽഡുകളായി വെച്ചിട്ട് ഒളിച്ചിരിക്കും. അവസാനം ആശുപത്രികളിൽ സ്കൂളുകളിലൊക്കെ കയറിയിരിക്കും. ഇസ്രായേൽ വന്നിട്ട് ആശുപത്രികളും സ്കൂളുകളും ബോംബിടും. ആ കൂട്ടത്തിൽ തീവ്രവാദിയുടെ കൂടെ ആര് മരിക്കും? സിവിലിയൻസും മരിക്കും. അപ്പോൾ പറയും അവിടുത്തെ സിവിലിയൻസിനെ കൊന്നു പറയും. അപ്പോൾ ഈ സിവിലിയൻസിന് ഇപ്പം പലസ്തീന് വേണ്ടിയുള്ള പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് ഈ പോരാട്ടം നടന്ന ഹമാസിന് ഒരു രാഷ്ട്രീയ വിജയം ആവശ്യമാണ്.
പൊളിറ്റിക്കൽ വിജയം, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിജയം, ഞങ്ങൾക്ക് അധികാരം വേണമെന്ന് പറയാം. പക്ഷേ അവിടുത്തെ പാപജനത്തിന് സമാധാനത്തോടെ സ്വൈര്യമായി സ്വസ്ഥമായി ജീവിക്കണം, മക്കളെ നോക്കി കുടുംബം നോക്കി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏത് മതത്തിൽപ്പെട്ട ആയാലും മനുഷ്യർ. അപ്പം മനുഷ്യത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് അത് യുദ്ധത്തിൽ സംഭവിക്കുന്ന ഇതാണ്. ഇപ്പം ഹൂത്തികളെ സംബന്ധിച്ച് നമ്മൾ ഈ വാർത്ത ചർച്ച ചെയ്ത് ഈ വീഡിയോ എയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ വിമാനങ്ങൾ യമനിലേക്ക് പറന്ന് എന്ന് അതിശക്തമായ ആക്രമണം നടത്തുകയും നേരത്തെ 14 പേര് പ്രിസൈസ് ആൻഡ് ടാർഗറ്റഡ് അറ്റാക്കാണ് എപ്പോഴും ഇസ്രയേൽ പറയുന്ന ഒരു വാക്കുണ്ട്, പ്രിസൈസ് ആൻഡ് ടാർഗറ്റഡ്, കൃത്യമായി ലക്ഷ്യം നിർണ്ണയിച്ച് അങ്ങോട്ട് മാത്രം ആക്രമിക്കുന്ന ഒരു രീതിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനാണ് തുറമുഖവും പവർ സ്റ്റേഷനും ഓയിൽ ടെർമിനൽസൊക്കെ അറ്റാക്ക് ചെയ്തത്. ഇതുകൂടാതെ യഹൂദികൾ ഇപ്പോൾ ഇരിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിലാണെങ്കിൽ ലെബനോണിൽ സംഭവിച്ച പോലെയുള്ള ഒരു വലിയൊരു ആക്രമണം കൂടെ വന്നാൽ യമൻ എന്ന് പറയുന്ന ഇങ്ങനെ സഹോദര രാജ്യങ്ങൾ എന്ന് വേണേൽ പറയാവുന്ന സൗദി അറേബ്യയുടെയും UAE പോലും ആക്രമണം വാങ്ങിച്ച് നാശോന്മുഖമായിരിക്കുന്ന രാജ്യം എങ്ങനെ അതിജീവിക്കും? അപ്പോൾ ഈ ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാൻ ഈ സൗദി അറേബ്യയ്ക്കും UAE മാത്രമല്ല US-നും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ശല്യമാണ് അല്ലേ? അപ്പോൾ മാനവരാശിയുടെ ശത്രുക്കളാണ് ഹൂത്തികൾ. അപ്പോൾ അവരെ തീർക്കാനായിട്ട് ഇസ്രായേൽ ഇറങ്ങിയാൽ ബാക്കി എവിടെ നിന്നൊക്കെ സഹായം വരുമെന്ന് പറയാൻ പറ്റും. ഉറപ്പല്ലേ? ഉറപ്പാണ്. ഏറ്റവും ഹൂത്തികളെ ഇസ്രായേൽ ഫിനിഷ് ചെയ്താൽ ആദ്യം എണീറ്റ് നിന്ന് കൈയടിക്കുന്നത് സൗദി അറേബ്യ ആയിരിക്കും, UAE ആയിരിക്കും, അമേരിക്ക ആയിരിക്കും. കാരണം ചെങ്കടലിലൂടെ യുവമാരെ പിടിച്ച് നടക്കാൻ വയ്യ. യുവമാർ ഈ റോക്കറ്റ് വിട്ട് കളിയാണ് കപ്പൽ നേരെ. എന്നിട്ട് കടൽ കൊള്ളക്കാരെ ഉടനെ ബോട്ടുകളിൽ അവിടെ ചെല്ലുന്നു, നിങ്ങളെ കപ്പൽ പിടിച്ചുകൊണ്ട് പോകുന്നു, കപ്പലിൽ ചരക്കടിച്ച് മാറ്റുന്നു. കാരണം ഇതിനകത്ത് മതമൊന്നുമില്ല, കൊള്ള നടത്തുക എന്നുള്ള ഈ കേവല ലക്ഷ്യമാണ് ഹൂത്തികൾക്കുള്ളത്. ഏതായാലും ഹൂത്തികളുടെ കാര്യം ഏതാണ്ട് തീരുമാനമാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ നീങ്ങുന്നത്. ഹൂത്തികൾ ഒരു പക്ഷേ ചരിത്രത്തിൽ മാത്രം ഇനി വായിക്കപ്പെടുന്ന ഒരു പേരായി മാറിയേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.